ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റീം അയണാണ്. അതായത് അയൺ ബോക്സ് ആണ്. നിങ്ങൾക്ക് അറിയാം, നമ്മുടെ സ്റ്റീം വെച്ചിട്ട് അയൺ ചെയ്യുന്ന അയൺ ബോക്സ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ തന്നെ ഓൾറെഡി നമ്മുടെ ചാനലിൽ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഹാവൽസിനെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അഗാരോണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ അയൺ ബോക്സിലൊക്കെ വൺ ഓഫ് ദി ബെസ്റ്റ് കിങ് എന്നൊക്കെ പറയാവുന്ന ഫിലിപ്സ് ബ്രാൻഡിന്റെ ഒരു 800 സീരീസിലത്തെ ഒരു സ്റ്റീം അയൺ ബോക്സ് ആണ്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ആമസോണിൽ വരുന്ന സെയിൽസിൽ തന്നെ ഈ സാധനം ഓൾമോസ്റ്റ് ഒരു 1290 രൂപയ്ക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ റേഞ്ചിൽ ഈ സാധനം കിടിലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നമുക്ക് 2 ഇയർ വാറണ്ടി സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ലോങ് യൂസിനൊക്കെ നിങ്ങൾ സ്റ്റീം അയൺ ബോക്സ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ ഫിലിപ്സിൻ്റെ ഈ മോഡൽ കേട്ടോ. എന്ന് വെച്ചാൽ ഇവർക്ക് കുറേ എല്ലാ വേരിയൻറ്റിലും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും പ്രൈസ് ഓൾമോസ്റ്റ് ബൈങ് പ്രൈസ് വരെ ആമസോണിലൊക്കെ 1700 രൂപ റേഞ്ചൊക്കെയാണ്. പിന്നെ നമുക്കൊരു 1800 റേഞ്ചിൻ്റെ ഉണ്ട്, പിന്നെ 3000 ഉണ്ട്, 5000 ഉണ്ട്, അങ്ങനെ കുറേ മോഡൽസ് ഫിലിപ്സിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇത് 1250 വാട്ടിൻ്റെയാണ് വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിൽ നമ്മുടെ ടാങ്കും അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗമൊക്കെ. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട സംഭവം കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക, ജസ്റ്റ് എന്നിട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ട കേട്ടോ, വേറെ ഒന്നും വേണ്ട. ഡയറക്റ്റ് പൈപ്പിൽ കൂടെ ഒഴിക്കാണ്ടിരിക്കുകയായിരിക്കും ഏറ്റവും കൂടി നല്ലത്. ഇതിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കാണിച്ചു തരാം. അതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 150 ml വെള്ളം നമുക്കിതിൽ ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു റേഞ്ചിലൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ, ഈ ഒരു റേഞ്ചിൽ മാത്രം നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പില്ലാവാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ആദ്യം നമുക്ക് പവറിലേക്ക് കണക്ട് ചെയ്യാം. പവറിലേക്ക് കണക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ അത് ഒരു മിനിറ്റ് ഞാൻ കണക്ഷൻ മാറ്റി കൊടുത്തിട്ടെന്ന് വെച്ചാൽ നമ്മുടെ UPS-ലേക്ക് ആയിരുന്നു. അപ്പോൾ ഇത് ഹൈ പവർ ആണല്ലോ, അപ്പോൾ അത് താങ്ങണില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെള്ളം വരുന്നുണ്ട്. വെള്ളം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് തേച്ച് കാണിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സ്റ്റീം കാണുന്നുണ്ടായിരിക്കും, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്റ്റീം കാണുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക, തുണിയൊന്നും തുടച്ച് കാണിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് തേച്ച് കാണിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ മെയിൻ പർപ്പസ് അത് തന്നെയാണല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് എടുക്കട്ടെ ഈ സാധനം. അപ്പോൾ ഇതിന് നമ്മൾ മുമ്പ് പരിചയപ്പെട്ടേക്കുന്നത് ഡയറക്റ്റ് നോർമൽ സ്റ്റീം ആയാണ്. നമ്മൾ ഓൾറെഡി ഒരു അഗാരോൻ്റെ പരിചയപ്പെട്ടുണ്ടായിരുന്നു, സ്റ്റീം വെച്ചിട്ട് മാത്രം ഇങ്ങനെ നമ്മൾ തേക്കുന്നത്. അത് പക്ഷേ ഞാൻ നല്ല കട്ടിയുള്ള തുണികളൊക്കെ ആ സാധനം വർക്ക് ചെയ്യില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ നമുക്ക് ഇങ്ങനത്തെ സാധനം തന്നെ വേണം. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം വെയിറ്റും വരുന്നുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സാധനം കറക്റ്റായിട്ട് സ്റ്റീമായിട്ട് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി സാധനം തന്നെയാണ്. ലൈറ്റ് വെയിറ്റും ആണ്, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റും അല്ല. പ്രത്യേകിച്ച് വെള്ളം വരുന്ന കാരണം അതിൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ വാട്ടർ സ്റ്റീമും ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും ഇപ്പോൾ വാട്ടർ സ്റ്റീം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇവിടെ സ്റ്റീം ഓണും ഓഫ് ആക്കാനുള്ള സ്വിച്ചാണ് ഈ മുകളിലുള്ളത്. നിങ്ങൾക്ക് താഴെക്കൂടെ ഇത് സ്റ്റീം വരുന്നത് കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഇത് ഇക്കോ മോഡും ഉണ്ട്, പിന്നെ നമുക്ക് ഓഫ് മോഡും ഉണ്ട്. സ്റ്റീം വേണമെന്നുണ്ടെങ്കിൽ അത് നോർമൽ മോഡും ഉണ്ട്. പിന്നെ നമുക്ക് ആ ഹോൾസ് ക്ലീൻ ചെയ്യാനുള്ള മോഡാണ് ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ ഹോൾസ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടായിരിക്കും ഇത് കൂടെ. ഇപ്പോൾ ഞാനിത് പവർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റീം അയൺ ഇൻ ദ റേഞ്ച് ഓഫ് 1500 എന്ന് പറഞ്ഞാൽ ഫിലിപ്സിൻ്റെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. അപ്പോൾ അധികം ലോക്കൽ ബ്രാൻഡിലേക്ക് പോകേണ്ട, പ്രത്യേകിച്ച് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഇപ്പം നമുക്ക് ഓഫറിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ കണ്ണും പൂട്ടി വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ബൈയിങ് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ നമ്മുടെ 2 മെയിൻ ചാനൽസ് കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളെ ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അപ്പോൾ അടുത്ത കാണാം. ബൈ.